മറ്റു വാർത്തകളിലേക്ക്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഗുരുവായൂർ മമ്മിയൂർ ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്കിന്റെ ഭാഗമായി പച്ച പുതച്ച വാവരുപള്ളി നിർമ്മിച്ചതിൽ മലബാർ ദേവസ്വം ബോർഡിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. വാഴപ്പോള ഉപയോഗിച്ച് താൽക്കാലികമായാണ് ക്ഷേത്രത്തിനുള്ളിൽ വാവരുപള്ളി നിർമ്മിച്ചത്. പള്ളിയുടെ മാതൃകയുടെ മുകൾ ഭാഗമടക്കം പച്ചത്തുണി കൊണ്ട് അലങ്കരിച്ച നിലയിലായിരുന്നു നിർമ്മാണം. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ഒപ്പം ചേർന്നു. ജിജീഷ്, വലിയ പ്രതിഷേധത്തിന്റെ തുടക്കം ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. KP ശശീല ടീച്ചറും വിശ്വ ഹിന്ദു പരിഷത്ത് വിജി തമ്പിയും അടക്കമുള്ളവർ ശക്തമായി വിമർശിച്ചിരുന്നു. ഇന്നിപ്പോൾ വലിയ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുകയാണോ അവരെല്ലാം? കൃഷ്ണരാജ്, ഭക്തർക്കിടയിൽ, വിശ്വാസികൾക്കിടയിൽ വലിയ ഒരു പ്രതിഷേധം തന്നെയാണ്. അവർ ചോദിക്കുന്നത്, ഒരു ക്ഷേത്രത്തിന് മുന്നിൽ എങ്ങനെയാണ് സമാന്തരമായ ഒരു പള്ളി നിർമ്മിക്കുക എന്നതുപോലെ ഇത്ര വലിയ രീതിയിൽ സ്ഥാപിക്കുക, ഒരു മിനാർ സ്ഥാപിക്കുക, അല്ലെങ്കിൽ താൽക്കാലികമായി ഒരു പള്ളി നിർമ്മിച്ചെടുക്കുക എന്നതാണ്. ചടങ്ങുകളുടെ ഭാഗമായിട്ടാണ് എങ്കിൽ സ്വാഭാവികമായും ചെറിയ തോതിൽ അത് നിർമ്മിക്കാൻ കഴിയും. വാഴപ്പിണ്ടികൾ വെച്ച് ചെറിയ രീതിയിലായിരുന്നു ഇത് നിർമ്മിച്ചിരുന്നത്. നേരത്തെ ഈ വാഴപ്പിണ്ടി ഉപയോഗിച്ച് താൽക്കാലികമായിട്ടാണ് ഈ വാവരുപള്ളി നിർമ്മിച്ചിരുന്നത് എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തോതിലാണ് ഇത്തരത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രതിഷേധം, ഭക്തർ ഇക്കാര്യത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു. ശശികല ടീച്ചർ അടക്കമുള്ള ആളുകൾ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. മുൻ വർഷങ്ങളിൽ ഇത്തരത്തിൽ വാവരുപള്ളി നിർമ്മിക്കുമായിരുന്നു. എന്നാൽ ക്ഷേത്രത്തിന് മുന്നിൽ ഏതാണ്ട് അതേ മുൻഭാഗം മുഴുവൻ മറയ്ക്കുന്ന രീതിയിൽ ഇങ്ങനെയൊരു താൽക്കാലികമായി വാവരുപള്ളി നിർമ്മിക്കുന്ന ഒരു സംവിധാനം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അതുതന്നെയാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ ചില താല്പര്യങ്ങൾ, അല്ലെങ്കിൽ മലബാർ ദേവസ്വം ബോർഡ് വിശ്വാസികളോട് കാണിക്കുന്ന ഒരു തെറ്റായ സമീപനത്തിന് തന്നെയായി ഇത് ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യുന്നത്. മലബാർ ദേവസ്വത്തിന് കീഴിൽ ആണ് ഇത്തരമൊരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സാധാരണ നിലയിൽ കാവിക്കൊടി കിട്ടുമ്പോൾ പോലും പ്രതിഷേധം ഉയർത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ അതിന് എതിരെ നിൽക്കുന്ന ദേവസ്വം ബോർഡുകൾ തന്നെയാണ് ഇങ്ങനെ പച്ച പുതച്ച് ക്ഷേത്രത്തിന് മുന്നിൽ പച്ച പുതയ്ക്കുന്നതിന് വേണ്ടി കൂട്ടുനിൽക്കുന്നതും അതിനുവേണ്ട സംവിധാനങ്ങളും സൗകര്യങ്ങളും എല്ലാം ഒരുക്കുകയും ചെയ്യുന്നത് എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. മുൻ വർഷങ്ങളിലേതുപോലെ ഇതിന് സമീപത്തായി അയ്യപ്പന്റെയും ദേവിയുടെയും എല്ലാം താൽക്കാലിക ക്ഷേത്രങ്ങൾ ഇങ്ങനെ താൽക്കാലിക ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എങ്കിലും, അയ്യപ്പന്റെയും ദേവിയുടെയും എല്ലാം താൽക്കാലിക ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എങ്കിലും അത് താരതമ്യേന ചെറുതാണ്. വളരെ ചെറിയ തോതിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. വാവര് പള്ളിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് വളരെ ചെറിയ തോതിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഇവയുടെ വലിപ്പം വാവര് പള്ളിയേക്കാൾ വളരെ ചെറുതുമാണ് എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രത്യേകത. എന്തുകൊണ്ട് വാവര് പള്ളി മാത്രം ഇത്ര ഉയരത്തിൽ അധിക അലങ്കാരങ്ങളോടുകൂടി വലിയ ഉയരത്തിൽ നിർമ്മിച്ചു എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭക്തർ ഇക്കാര്യത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. അത് ദേവസ്വം ബോർഡ് മാത്രമല്ല, മറ്റു ദേവസ്വം ബോർഡുകൾ എല്ലാം തന്നെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണെങ്കിൽ മറ്റു ദേവസ്വം ബോർഡുകളെല്ലാം തന്നെ വിശ്വാസി സമൂഹത്തോടും ക്ഷേത്രങ്ങളോടും കാണിക്കുന്ന ഒരു അവഗണനയും ആ വിശ്വാസി സമൂഹത്തെ വേദനിപ്പിക്കുന്ന തരത്തിൽ പല ഘട്ടങ്ങളിലും പ്രവർത്തിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം മാത്രമായാണ് ഇതിനെ കാണാൻ കഴിയുക എന്ന കാര്യം കൂടിയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.